ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പാൽവായ്ക്കൻ്റെ റെസിപ്പിയാണ്. അപ്പം നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാനിവിടെ പാനൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സാബൂനരി അല്ലെങ്കിൽ ചവ്വരി എന്ന് പറയും. ഞാനിവിടെ പറയൽ സാബൂനരി എന്നാണ് ഞാൻ ഇവിടെ പറയൽ. അപ്പോൾ നിങ്ങൾ എന്താ പറയൽ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ അത് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഗ്ലാസ് മാതിരിയായി കിട്ടണം, നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല വലുപ്പമാവരുത്, കുറച്ച് നല്ല ചെറുതും ആവരുത്, ഒരു മീഡിയം സൈസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു കപ്പ് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം, എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാൽവായ്ക്കത് നല്ലോണം പച്ച വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിടുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം അത് നല്ലോണം കരിഞ്ഞു പോവരുത്, നല്ലോണം സിമ്മിലാക്കിയിടണം, ഇല്ലെങ്കിൽ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം അവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പാൽവായ്ക്കൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.